വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. KT എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് മൊഡ്യൂൾ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തത് സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു VP അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ ചെയ്തത്. ഇനി നമുക്ക് സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു HP ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യനോടെ ചെയ്യുമ്പോഴത്തേക്കും സെക്ഷന്റെ ഏകദേശം ഒരു ഇമേജ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: A pentagonal pyramid 30 mm edge of base and 60 mm height stands with its base on the ground and an edge of base perpendicular to VP. A section plane perpendicular to HP and inclined 30 degree to VP cuts the pyramid at a shortest distance of 5 mm from the axis and in front of it. Draw its sectional views. Also show the true shape of the section. Okay, നോർമലി നമ്മൾ നേരത്തെ ചെയ്ത അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു HP ആണ്. നേരത്തെ ആംഗിൾ തന്നിരിക്കുന്നത് തീറ്റ ആയിരുന്നു, അതായത് HP ആയിട്ടുള്ള ആംഗിൾ ആയിരുന്നു നേരത്തെ ക്വസ്റ്റ്യനിൽ എപ്പോഴും തരുന്നത്. ഇവിടെ നമുക്ക് തരുന്നത് VP ആയിട്ടുള്ള ആംഗിൾ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു HP ആൻഡ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു VP. VPക്ക് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. അപ്പൊ ആംഗിൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് കട്ട്സ് ദ പിരമിഡ് അറ്റ് എ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് 5 mm ഫ്രം ദ ആക്സിസ് ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. അതായത് ആക്സിസിൽ നിന്ന് 5 mm ഡിസ്റ്റൻസിലാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ബേസ് ഫിഗർ വരച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബേസ് ഫിഗർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ആൻഡ് ആൻ എഡ്ജ് ഓഫ് ബേസ് പെർപെൻഡിക്കുലർ ടു VP. പെന്റഗണൽ പിരമിഡ് ആണ് വിത്ത് വൺ എഡ്ജ് ഓഫ് ബേസ് പെർപെൻഡിക്കുലർ ടു VP ആണ്. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പെർപെൻഡിക്കുലർ ടു VP ഒരു ബേസ് ഫിഗർ എടുത്ത് വേണം ബേസ് ഫിഗർ വരയ്ക്കാനായിട്ട്. നമുക്കിപ്പം സ്പേസ് കിട്ടുന്ന രീതിയിൽ XY ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. XY ലൈൻ വരച്ചു. ദെൻ നമുക്ക് ബേസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എഡ്ജ് ഓഫ് ബേസ് പെർപെൻഡിക്കുലർ ടു VP. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എഡ്ജ് എടുത്തിട്ട് വേണം പെന്റഗൺ വരച്ച് സ്റ്റാർട്ട് ചെയ്യാൻ. പെന്റഗണിന്റെ സൈഡ് എന്ന് പറയുന്നത് 30 mm ആണ്. XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് 30 mm എടുക്കുക. 30 mm എടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ നമുക്ക് വേണ്ടത് പെന്റഗൺ വരച്ച് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വൺ 108 ഡിഗ്രിയാണ് പെന്റഗൺ ആംഗിൾ. ഇത് വെച്ച് നമുക്ക് പെന്റഗൺ കംപ്ലീറ്റ് ചെയ്യാം. ശരിക്കും ഇത് ഡാർക്കായിട്ട് വരയ്ക്കാതിരിക്കുന്നതായിരുന്നു നല്ലത്. കാരണം നമുക്കിവിടെ സെക്ഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആദ്യം ലൈറ്റായിട്ട് വരയ്ക്കുന്നതാണ് നല്ലത്. ഓക്കെ, നമ്മളപ്പം പെന്റഗൺ വരച്ചു. ഇനി നമുക്ക് പെന്റഗണിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യാം. രണ്ട് ലൈൻ ബൈസെക്ടേഴ്സ് വരച്ച് പെന്റഗണിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യാനാണ്. ഇതാണ് പെന്റഗണിന്റെ സെന്റർ കിട്ടിയത്. സെന്ററിലേക്കുള്ള ലൈൻസും തൽക്കാലം ഡോട്ടഡ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഡോട്ടഡ് അല്ല, തിന്നായിട്ട് മാർക്ക് ചെയ്യാം.
ഈ പെന്നോന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 60 mm ആണ്. ഓക്കെ, 60 mm ആണ് പെന്നോന്റെ ഹൈറ്റ്. പെന്നോന്റെ ഹൈറ്റ് മാർക്ക് ചെയ്തു. പിന്നെ അവിടെ നമുക്ക് തൽക്കാലം ലൈറ്റ് ലൈൻ ഉപയോഗിച്ച് തന്നെ ഡ്രോയിങ് ചെയ്യാം. നെക്സ്റ്റ് നെയിമിംഗ്. ഓക്കെ, നെയിമിംഗ് കംപ്ലീറ്റ് ആയി. നമുക്ക് നെക്സ്റ്റ് വേണ്ട സെക്ഷൻ പ്ലെയിൻ ലൊക്കേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ് നോക്കാം. സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു HP ആൻഡ് ഇൻക്ലൈൻഡ് 30 degree to VP. ആംഗിൾ വന്നിട്ടുണ്ട് 30 degree. കട്ട് ദ പിരമിഡ് അറ്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് 5 mm ഫ്രം ദ ആക്സിസ് ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. അതായത് ഈ ആക്സിസിൽ നിന്ന് 5 mm ഡിസ്റ്റൻസിൽ, ആക്സിസിൽ നിന്ന് 5 mm ഡിസ്റ്റൻസിൽ ഏതോ ഒരു പോയിന്റ് കൂടെയാണ് പാസ് ചെയ്യേണ്ടത്. അതും VPക്ക് 30 degree ഇൻക്ലൈൻഡ് ആയിരിക്കണം. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്, ഓക്കെ, ആക്സിസിൽ നിന്ന് 5 mm ഡിസ്റ്റൻസിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആക്സിസിൽ നിന്ന് 5 mm ഡിസ്റ്റൻസിലൊരു സർക്കിൾ വരയ്ക്കുക. ചെറിയ ഡിസ്റ്റൻസ് ആണ്. ഈ 5 mm ഡിസ്റ്റൻസിൽ ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചിടുക. ഇതെന്ന് പറഞ്ഞാൽ ആക്സിസിൽ നിന്ന് 5 mm ഡിസ്റ്റൻസിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂടെ ആയിരിക്കണം പാസ് ചെയ്യേണ്ടത് എന്നാണ് കണ്ടീഷൻ. നമ്മൾ നോക്കുമ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 5 mm ആണെങ്കിൽ ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കും. എന്നിട്ട് ആ സർക്കിളിന്റെ ഏതെങ്കിലും പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ 30 degree എടുക്കുക. ഓക്കെ, അപ്പൊ സർക്കിളായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സർക്കിളിനെ എല്ലാ പോയിന്റ്സും 5 mm ഡിസ്റ്റൻസിലായിരിക്കണമല്ലോ. അപ്പൊ ആ ഏതെങ്കിലും ഒരു പോയിന്റ് കൂടെ വേണം പാസ് ചെയ്ത് പോവാൻ. അപ്പൊ ആ കേസിൽ നമ്മൾ നോക്കുമ്പോൾ ഈ സർക്കിളിൽ നേരെ ഫസ്റ്റ് നമ്മളൊരു 30 degree, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 30 degree ആണ്. ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ആദ്യം ഒരു 30 degree ലൈൻ മാർക്ക് ചെയ്യാം. ഏതൊരു ഡയറക്ഷനിൽ മാർക്ക് ചെയ്യാം. ഈ ഡയറക്ഷൻ അപ്പുറത്തെ ഡയറക്ഷനിൽ മാർക്ക് ചെയ്യാം. തൽക്കാലം നമുക്ക് ഈ ഡയറക്ഷൻ മാർക്ക് ചെയ്യാം, കാരണം ഇവിടെയാണ് സ്പേസ്. അപ്പോൾ നമുക്ക് ഈ ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ചുമ്മാ ഒരു 30 degree ലൈൻ മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ 30 degree നമ്മൾ ഈ എടുക്കും. ഇതാണൊരു 30 degree ലൈൻ. അപ്പോൾ ഈ ലൈൻ പാരലായിട്ട് നമ്മൾ മൂവ് ചെയ്ത് നോക്കണം. കാരണം പാരലായിട്ട് മൂവ് ചെയ്യുമ്പോൾ വേണം ഈ സർക്കിളിൽ ടാൻജന്റ് ആയിട്ട് പോകണം. അങ്ങനത്തെ ഒരു പോയിന്റാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് ഇവിടുന്ന് നമ്മൾ പാരലലി മൂവ് ചെയ്യുക. ഈ സർക്കിളിന് ടാൻജന്റ് ആയി വരുന്ന പോയിന്റിൽ അതുവഴിയാണ് സെക്ഷൻ പ്ലെയിൻ പോവുക. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിൽ ഏകദേശം ഈ സർക്കിളിന് ടാൻജന്റ് ആയിട്ട് വരുന്നുണ്ട്. 30 degree ആയിരിക്കും, 5 mm ഡിസ്റ്റൻസിലായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഇതുപോലെ സെക്ഷൻ പ്ലെയിൻ്റെ നൊട്ടേഷൻ വരയ്ക്കണം. ഒരു ലോങ് ലൈൻ, ഒരു ഷോർട്ട് ലൈൻ, ഒരു ലോങ് ലൈൻ, ഒരു ഷോർട്ട് ലൈൻ, അങ്ങനെയാണ് വരയ്ക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ എൻഡ് ഡാർക്ക് ആക്കുക. 2 എൻഡ്സും ഡാർക്ക് ആക്കി. ഇവിടെ നമ്മൾ ആരോ മാർക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇടുന്നത്. മുകളിലേക്കാണ് ആരോ മാർക്ക് ഇടുക. കാരണം താഴത്തെ പോർഷൻ കട്ട് ചെയ്യുന്നു, മുകളിലത്തെ പോർഷൻ റീറ്റെയിൻ ചെയ്യുന്ന കാണിക്കാനാണ് മുകളിലേക്ക് ആരോ മാർക്ക്. അതുപോലെ അവിടെ VT മാർക്ക് ചെയ്യുന്നതിന് പകരം ഇവിടെ HT ആണ് മാർക്ക് ചെയ്യുക. കാരണം ഒരു പ്ലെയിൻ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ, അതായത് HPക്ക് പെർപെൻഡിക്കുലർ ഒരു പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ മുകളിൽ നോക്കുമ്പോൾ കാണുന്ന ഫ്രണ്ട് ഈ ലൈൻ ആണെങ്കിൽ ആ ലൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൊറിസോണ്ടൽ ട്രേസ് ആയിരിക്കും. കാരണം HP ടച്ച് ചെയ്യുന്നത് ആ ഒരു ലൈനിലാണ്. ആ ലൈനാണ് ഫ്രണ്ട് വീൽ കാണുന്നത്. അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ ട്രേസ് ആണ് കാണിക്കാൻ വേണ്ടി HT എന്നൂടെ മാർക്ക് ചെയ്യുക. ദെൻ ഡയമെൻഷൻ ചെയ്യുക. ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്കറിയാം ഈ ലൈൻ എന്ന് പറഞ്ഞാൽ 30 degree ആണ്. ഓക്കെ, അപ്പൊ സെക്ഷൻ പ്ലെയിൻ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ പ്ലെയിന്റെ താഴോട്ടുള്ള പോർഷൻ, അതായത് ഈ പോർഷൻ എല്ലാം ഡോട്ടഡ് ആക്കി വേണം എന്ന് പറയുക. ഇതെല്ലാം ഡോട്ടഡ് ആയിരിക്കണം. ആദ്യം ഡാർക്ക് ആക്കി. ഓക്കെ, അപ്പം ഇവിടം വരെയുള്ളത് ലൈൻസ് ഡോട്ടഡ് ആയിട്ട് മാർക്ക് ചെയ്യാം.
പിന്നെ ബാക്കി മൊത്തം നമുക്ക് ഡാർക്ക് ആക്കാം. ഇവിടെ നോക്കുമ്പോൾ ഈ സെക്ഷൻ ലൈൻ വരെയുള്ള വരെ ഡാർക്ക്, ദെൻ ബാക്കി ഇങ്ങോട്ടുള്ള ഡോട്ടഡ്. അപ്പോൾ സെക്ഷണൽ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയി. നമുക്ക് നേരെ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ കാണാം. അതിന് പോലെ പോയിന്റ്സിനെ നെയിം ചെയ്യാം. ഇവിടെ എ ഇ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതിന് നമ്മൾ 1 എന്ന് മാർക്ക് ചെയ്തു. ദെൻ ഒ എ കട്ട് ചെയ്യുന്ന പോയിന്റ് 2, ഒ ബി എ കട്ട് ചെയ്യുന്ന പോയിന്റ് 3 ആൻഡ് ഫൈനലി ബി സി കട്ട് ചെയ്യുന്ന പോയിന്റ് 4. 4 സെക്ഷൻ പോയിന്റ്സ് ആണുള്ളത്. ഈ പോയിന്റ്സ് എല്ലാം നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ നേരെ മുകളിലേക്ക് എടുക്കണം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എ ഇ കട്ട് ചെയ്യുന്നതാണ്. അപ്പൊ എയും ഇയും ഒരൊറ്റ പോയിന്റ് തന്നെയാണ്. അപ്പൊ അവിടെ തന്നെ ആയിരിക്കും 1 എന്നുള്ള പോയിന്റ് ഉണ്ട്, 1' വരിക. ദെൻ 2 എന്നുള്ളത് ഒ എ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം, നേരെ മുകളിലേക്ക് ഒ എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നേരെ മുകളിലേക്ക് വരച്ച് ഒ എയിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് 2. ദെൻ അടുത്തത് ഒ ബി. ഒ ബിയിലെ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടും നേരെ മുകളിലേക്ക് വരയ്ക്കുക. ഒ ബിയിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് 3 എന്നുള്ള പോയിന്റ്. ഫൈനൽ പോയിന്റ് ബി സി. മുകളിലേക്ക് വരയ്ക്കുമ്പോൾ ഇപ്പോൾ ബി സിയിലേക്ക് നമുക്ക് നേരെ മുകളിലേക്ക് എടുക്കാം. ബി സി എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. 4 പോയിന്റ് കിട്ടി. ഈ 4 പോയിന്റ്സ് നമുക്ക് ഡാർക്കായിട്ട് ജോയിൻ ചെയ്യണം. One, 2, 3, 4. 4 പോയിന്റ്സും ഡാർക്കായിട്ട് ജോയിൻ ചെയ്തു. ബാക്കി പുറത്തുള്ളതും നമുക്ക് ഡാർക്കാക്കാം. ഇത് ഇവിടം വരെ ഡാർക്കാണ്. ബാക്കി ലൈൻ ഡോട്ടഡ് ആയിരിക്കും. ഇനി നമ്മൾ കട്ട് ചെയ്ത പോർഷൻ ഹാച്ചിങ് ലൈൻ റിപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം സെക്ഷണൽ ടോപ്പ് വ്യൂ ആയി, സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ആയി. നമുക്ക് ട്രൂ ഷേപ്പ് വരയ്ക്കാം. ട്രൂ ഷേപ്പ് വരയ്ക്കാൻ നമ്മൾ നേരത്തെ ചെയ്ത് സെക്ഷൻ പ്ലെയിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ താഴേക്ക് എടുക്കാം. മുകളിലേക്ക് വേണമെങ്കിലും വരയ്ക്കാം. നമുക്ക് താഴെയാണ് സ്പേസ് ഉള്ളതെന്നുള്ളതുകൊണ്ട് താഴേക്ക് ഈ സെക്ഷൻ പ്ലെയിന് പാരലായിട്ട് ഒരു റെഫറൻസ് ലൈനോട് വരയ്ക്കാം. പെർപെൻഡിക്കുലർ ടു വി പിയിൽ ചെയ്ത് അതേപോലെ തന്നെയാണ് താഴേക്കൊരു റെഫറൻസ് ലൈൻ വരച്ചു. ദെൻ അടുത്ത സ്റ്റെപ്പ് ഈ എല്ലാ പോയിന്റ്സിൽ നിന്ന് ഈ റെഫറൻസ് ലൈനിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ, അത് നമുക്ക് അതുപോലെ വരയ്ക്കാം. 4, 3, 2, 1. അടുത്തത് നമ്മൾ പെർപെൻഡിക്കുലൈസ് വരച്ചു. ഇത് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, ഫസ്റ്റ് 1 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി 1ന്റെ പെർപെൻഡിക്കുലറിൽ മാർക്ക് ചെയ്യുന്ന ഡിസ്റ്റൻസ് XY ലൈൻ തൊട്ട് 1ന്റെ ഫ്രണ്ട് വ്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. നേരത്തെ ചെയ്തതിന്റെ നേരെ റിവേഴ്സ് ആണ് വരിക. 1ന്റെ പെർപെൻഡിക്കുലറിൽ മാർക്ക് ചെയ്യേണ്ട XY ലൈൻ ടു 1ലേക്കുള്ള ഡിസ്റ്റൻസ് 1 XY ലൈനിൽ തന്നെയാണ്. 1 എന്നുള്ള പോയിന്റ് XY ലൈനിൽ തന്നെ വരും 1. ദെൻ 2 എന്നുള്ള ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി 2ന്റെ പെർപെൻഡിക്കുലർ ഇതാണ്. ഇവിടെ മാർക്ക് ചെയ്യേണ്ട ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ XY ലൈൻ തൊട്ട് 2 വരെയുള്ള ഡിസ്റ്റൻസ്. അതായത് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഡിസ്റ്റൻസ് XY ലൈൻ ടു 2ന്റെ ഇതൊക്കെ ഫ്രണ്ട് ആണ്. XY ലൈൻ തൊട്ട് 2' എന്നുള്ള പോയിന്റ് വരെ ഡിസ്റ്റൻസ് എടുക്കുക. ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ 2ന്റെ പെർപെൻഡിക്കുലറിൽ മാർക്ക് ചെയ്യേണ്ടത്. കിട്ടുന്ന പോയിന്റ് ആയിരിക്കും 2. ദെൻ 3 കിട്ടാൻ വേണ്ടി XY ലൈൻ ടു 3' ഡിസ്റ്റൻസ്, അതായത് ഈ ഡിസ്റ്റൻസ് 3യുടെ പെർപെൻഡിക്കുലറിൽ
അപ്പോൾ 3 കിട്ടി. ദെൻ 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് വൈ ലൈനിൽ തന്നെയാണ്. ഇവിടെ നോക്കുമ്പോൾ എക്സ് വൈ ലൈനിൽ തന്നെയാണ് 4. അപ്പോൾ 4 ഇവിടെ എക്സ് വൈ ലൈനിൽ തന്നെ വരും. അപ്പോൾ 4 പോയിന്റ്സ് കിട്ടി. 4 പോയിന്റ്സും ഡാർക്കായിട്ട് ജോയിൻ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ട്രൂ ഷേപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് സെക്ഷൻ ലൈൻ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. അപ്പം നമുക്ക് ട്രൂ ഷേപ്പ് കിട്ടി. സെക്ഷനിൽ ഫ്രണ്ട് വ്യൂ കിട്ടി, ടോപ്പ് വ്യൂ ആൻഡ് ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ. ഇത്രയും ചെയ്യുമ്പോഴാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുന്നത്. നമുക്ക് ഇനി അതുപോലെ ഈ ക്വസ്റ്റ്യനിൽ വേറെ എന്ത് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, വേറെ എന്തില്ല. ഓൾസോ ഷോ ദ ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ എന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ സെക്ഷണൽ ടോപ്പ് വ്യൂ, സെക്ഷണൽ ഫ്രണ്ട് ആൻഡ് ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ വരച്ചു. ഇത്രയും ചെയ്യുമ്പോഴാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുന്നത്. നമ്മൾ പിരമിഡിന്റെ പെർപെൻഡിക്കുലർ ടു HP ഒരു പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വേറെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഇതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ടു HP ഒരു ക്വസ്റ്റ്യൻ ആണ്. അതോടെ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഏകദേശം സെക്ഷൻ എന്നുള്ള ടോപ്പിക്കിന്റെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ഇടുക, ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.